ഞങ്ങളുടെ മെത്രാപ്പോലിത്തയ്ക്ക് നട്ടെല്ലുണ്ടായിരുന്നുവെങ്കിൽ ഈ വിവാദം ഉണ്ടാകില്ലായിരുന്നു. ചരിത്രപ്രസിദ്ധമായ 130ാമത് മാരാമൺ കൺവെൻഷന്റെ ഭാഗമായുള്ള പ്രധാന പരിപാടിയായ യുവവേദിയിലേക്ക് ഫെബ്രുവരി 15 പ്രാസംഗികനായി പങ്കെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് സഭയുടെ യുവജന സഖ്യം സെക്രട്ടറി ബിനോയ് ദാനിയേൽ പാതിരി അഭ്യർത്ഥിക്കുകയും ആ ദിവസം മറ്റൊരു പരിപാടിക്കും പോകാതെ ഡേറ്റ് ബുക്ക് ചെയ്യണമെന്നും അറിയിക്കുകയുണ്ടായി. വി.ഡി. സതീശൻ ബൈബിളിനെ ആസ്പദമാക്കി നന്നായി പ്രസംഗിക്കുന്ന നേതാവാണെന്ന് സഖ്യം പ്രസിഡന്റ് കൂടിയായ സഫർഗൻ മെത്രാപ്പോലിത്ത ജോസഫ് മാർ ബർണബാസ് പറയുകയുണ്ടായി. മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ വി.ഡി. സതീശനെ ക്ഷണിച്ചെന്ന വാർത്ത മാധ്യമങ്ങളിൽ പിന്നീട് വരുന്നു. വാർത്തകൾ വന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതികരിക്കാത്ത സഭ പെട്ടെന്ന് ഒരു വെളിപ്പാട് വന്ന പോലെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി മലക്കം പറഞ്ഞു. വി.ഡി. സതീശനെ ക്ഷണിച്ചിരുന്നു എന്നത് ബോധപൂർവം മറന്ന് ഞങ്ങൾ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്നായിരുന്നു പുതിയ നിലപാട്. അതിന് പറഞ്ഞ ന്യായീകരണം മാർത്തോമാ മെത്രാപ്പോലിത്ത അന്തിമ ലിസ്റ്റ് പരിഗണിച്ചപ്പോൾ വിവാദം ഒഴിവാക്കുവാൻ വി.ഡി. സതീശന്റെ പേര് ഒഴിവാക്കുകയായിരുന്നു എന്ന്. ഇതെല്ലാം കണ്ട പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു മാർത്തോമാ സഭാംഗമാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ മെത്രാപ്പോലിത്തയ്ക്ക് നട്ടെല്ലുണ്ടായിരുന്നുവെങ്കിൽ ഈ വിവാദം ഉണ്ടാകില്ലായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ അഭിപ്രായം ശീർഷകമായി കൊടുത്തത്. മാർത്തോമാ സഭാംഗം പറഞ്ഞത് വളരെ ശരിയാണ്. മാർത്തോമാ സഭാധ്യക്ഷന് നട്ടെല്ലുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്രകാരം മലക്കം പറയുകയില്ലായിരുന്നു. വി.ഡി. സതീശനെ വിളിച്ചാൽ ഇവിടെ മാനം ഇടിയുന്നെങ്കിൽ ഇടിയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞേനെ. അത് പറയുവാനുള്ള പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് സഭ തുടർച്ചയായി ഇതുപോലുള്ള വിവാദങ്ങളിൽ ചെന്നുപെടുന്നത്. വി.ഡി. സതീശൻ അങ്ങോട്ട് ചെന്ന് എന്നെ മാരാമൺ കൺവെൻഷനിൽ പ്രാസംഗികനായി വിളിക്കണം എന്ന് അഭ്യർത്ഥിച്ചോ? ഇല്ല. ആരാണ് അദ്ദേഹത്തെ വിളിച്ചത്? സഭയുടെ യുവവേദിയുടെ യുവജന സഖ്യം സെക്രട്ടറി ബിനോയ് ദാനിയേൽ പാതിരി എന്നാണ് വിളിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ, കൃത്യമായി പറഞ്ഞാൽ 2023 നവംബർ 24-ാം തീയതി എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് സഭയുടെ യുവജന സംഘടനയായ യുവജന സഖ്യം ഫെബ്രുവരി 15 ശനിയാഴ്ച നടത്തുന്ന യുവവേദിയിൽ മുഖ്യ പ്രാസംഗികനായി എത്തണം എന്ന്. സതീശൻ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും ഔദ്യോഗിക ക്ഷണക്കത്ത് പിന്നാലെ അയക്കുമെന്ന് ബിനോയ് ദാനിയേൽ കത്തനാർ അറിയിച്ചതായി പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. സഖ്യത്തിൻ്റെ സെക്രട്ടറി കൂടിയായ വൈദികന്റെ വാക്കിന് പഴയ ചാക്കിൻ്റെ വില പോലും ഇല്ല എന്നൊരു പക്ഷേ വി.ഡി. സതീശൻ നനച്ചു കാണില്ല. ഞാൻ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുകയും ഡേറ്റ് കൺഫേം ആക്കുകയും ചെയ്തു എന്ന് തൻ്റെ സഖ്യം സെക്രട്ടറി പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വാക്കിന് സഭാധ്യക്ഷൻ പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെ മലക്കം പറയുമ്പോൾ വില പോകുന്നത് മാർത്തോമാ സഭയുടെ തന്നെയാണെന്നൊരു പക്ഷേ സഭാധ്യക്ഷൻ ചിന്തിച്ച് കാണില്ല. വിവാദം ഒഴിവാക്കുവാനാണത്രേ വി.ഡി. സതീശനെ ഒഴിവാക്കിയത്. ഇതിനു മുമ്പ് മാരാമൺ കൺവെൻഷനിൽ പങ്കെടുത്ത ചിലരെ നമുക്ക് പരിചയപ്പെടാം. മധ്യകേരള മഹായിടവകയെ അടിമുടി കട്ടുമുടിച്ച MBBS സീറ്റുകൾ സീറ്റ് മാട്രിക്സ് അട്ടിമറിച്ചു വിറ്റ് കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഇഡി അന്വേഷണം ആരംഭിച്ച ധർമ്മരാജ് റസാലം. മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ വരുമ്പോൾ മാത്രം 15 ക്രിമിനൽ കേസുകളിൽ പ്രതിയും രാജ്യം വിടാതിരിക്കുവാൻ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ച പ്രതിയുമായിരുന്നു ആ മാന്യൻ. ഭൂമി കുംഭകോണത്തിൽ ഉൾപ്പെടെ 16 കേസുകളിൽ പ്രതിയായ ജോർജ് ആലഞ്ചേരി. സ്ത്രീകളുടെ മാറിലേക്ക് മാത്രം തുറച്ചു നോക്കുന്ന, തന്നോട് വസ്ത്രം ഊരിക്കാണിക്കുവാൻ ആവശ്യപ്പെട്ടു എന്ന് മുൻ കന്യാസ്ത്രീ വെളിപ്പെടുത്തിയ മാറുനോക്കി. ഔദ്യോഗികമായി നിരവധി വിവാഹങ്ങൾ കഴിക്കുകയും സുനന്ദ പുഷ്കർ ദുരൂഹമരണത്തിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരുന്ന കേസിലെ പ്രതിയുമായ ശശി തരൂർ. സഭയുടെ മറ്റ് ഔദ്യോഗിക പരിപാടികളിലും മാരാമൺ കൺവെൻഷനിലും രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ പലരും പങ്കെടുക്കാറുണ്ട്. പിണറായി വിജയൻ, മുൻ ഉപപ്രധാനമന്ത്രി LK അദ്വാനി, ഡോക്ടർ സുനിൽ P. ഇളയിടം, അങ്ങനെ എത്രയോ പേർ. അന്നൊന്നുമില്ലാത്ത കോലാഹലമാണ് വി.ഡി. സതീശനെ ചൊല്ലി ഇത്തവണയുണ്ടായത്. ഇതിലും വലിയ വിവാദ പുരുഷനായിരുന്നു വി.ഡി. സതീശൻ. പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമായ സഭയിലും സഭാംഗങ്ങൾക്കിടയിലും പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം. പല രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരും കണ്ടേക്കാം. സഭയുടെയും സമൂഹത്തിൻ്റെയും പൊതുനന്മയെ കരുതി മുൻപുണ്ടായിരുന്ന മെത്രാപ്പോലിത്തമാർ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരു പാരമ്പര്യമാണ് മാർത്തോമാ സുറിയാനി സഭയ്ക്കുള്ളത്. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെതിരെ അന്നത്തെ സഭാധ്യക്ഷനായ ഡോക്ടർ എബ്രഹാം മാർത്തോമാ മെത്രാപ്പോലിത്ത അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. പല ക്രൈസ്തവ സഭാധ്യക്ഷന്മാരും CPയുടെ വാലാട്ടുകളായി നിന്ന് പല ഔദാര്യങ്ങളും കൈപ്പറ്റിയപ്പോൾ ജയിലിൽ പോലും പോകുമെന്ന സാഹചര്യത്തിൽ പോലും എബ്രഹാം മാർത്തോമാ മെത്രാപ്പോലിത്ത തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അതുപോലെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഡോക്ടർ യുഹാനോൻ മാർത്തോമാ മെത്രാപ്പോലിത്ത ഇന്ദിരാഗാന്ധിക്കെതിരെ ധീരമായ നിലപാട് കൈക്കൊണ്ടു.
2018 പ്രളയത്തിന് ശേഷം 2019 നടന്ന മാരാമൺ കൺവെൻഷനിൽ വേദിയിൽ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന മാത്യു ടി തോമസിനെ ഇരുത്തിക്കൊണ്ട് ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞു, ഇത് മനുഷ്യനിർമ്മിതമായ ഒരു പ്രളയമായിരുന്നു എന്ന്. മാർത്തോമ സഭയുടെ ഈ പിതാക്കന്മാരെല്ലാം വിവാദങ്ങളെ ഭയന്ന് തങ്ങളുടെ നിലപാട് വിഴുങ്ങുകയോ മലക്കം മറിയുകയോ ചെയ്തവരായിരുന്നില്ല. ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരം, സഭാംഗം കൂടിയായ സൂര്യനെല്ലി കുര്യനാണ് സഭാധ്യക്ഷനോട് പറഞ്ഞ് വി ഡി സതീശന്റെ പേര് വെട്ടിയതെന്നാണ്. കെ സി വേണുഗോപാലിന് വേണ്ടി ഇദ്ദേഹം ഇതല്ല ഇതിനപ്പുറവും ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഫെബ്രുവരി 9 മുതൽ 16 വരെ നടക്കുന്ന മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ സഭാധ്യക്ഷന് നിലപാടിൽ ഉറച്ചു നിൽക്കുവാനും നട്ടലിന് ഉറപ്പുണ്ടാകുവാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.